കുടിക്കാൻ വെള്ളവും കൊണ്ട് വെച്ചില്ലല്ലോ. എന്തുവാടി, കുഞ്ഞു ഇതുവരെ ഉറങ്ങിയില്ലേ? പാല് കുടിക്കാതെ ഉറങ്ങിയത്. വിശന്നിട്ട് ഉറക്കം തെളിഞ്ഞാൻ തോന്നുന്നു. അല്ല, അമ്മ എന്താ ഇപ്പൊ എഴുന്നേറ്റ്? എന്താന്നറിയില്ല, പതിവില്ലാത്തൊരു ദുസ്വപ്നം. എന്ത് സ്വപ്നം? നീ അത് ശ്യാമിനെ ഏൽപ്പിച്ചിട്ട് വാ, ഞാൻ പറയാം. അമ്മ എന്ത് സ്വപ്ന കണ്ടേ? നീ ഇരിക്കെ. എന്ത് സ്വപ്ന അമ്മ കണ്ടത്? ശരിക്കും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നതാ സ്വപ്നത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം ഫലിക്കൂല. ആഗ്രഹിക്കുന്ന കാര്യം സ്വപ്നത്തിലെങ്കിലും കണ്ടല്ലോ, അതെന്താന്ന് പറ. അനന്തം മാഷ് മരിച്ചു. ഞാൻ വലിയൊരു റീത്തും ഒക്കെ ആയിട്ട് മാഷിനെ കാണാൻ പോയി. പക്ഷേ ഞാൻ ചെന്നതും അനുപമ മാഷിനെ വിളിച്ചുണർത്തി. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ, ഇതുപോലെ ദൈവത്തിന് നിരക്കാത്തൊന്നും മനസ്സിൽ വിചാരിച്ച് ഉറങ്ങാൻ കിടക്കരുതേ അമ്മ. അപ്പോഴാ ഇത്തരം സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. എന്ത് ചെയ്യാനാടി, അയാളും മോളും കാരണമാ ഞാൻ തോറ്റു പോകുന്നേന്നൊരു ചിന്ത എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്റെ സ്വപ്നം താമസിയാതെ നടന്നുകൂടുന്നൊന്നും ഇല്ല. ഇപ്പോഴും അയാള് ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ഞാൻ ചാത്തന് നേർച്ച നടന്നിട്ടുണ്ട്. എന്റെ അമ്മേ, നേർച്ച തിരിച്ചടിക്കാതെ നോക്കണം. ഇപ്പൊ ഒരു ചാത്തനും അന്യായത്തിനും കൂട്ടു നിൽക്കില്ല. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ പോവാ. ചായയോ കോഫിയോ? അനു, കോഫി പറയേ. കോഫി ചേട്ടാ, 2 കോഫി. ഇതാ ചേട്ടാ, ഈ ഫ്ലാസ്ക് നിറച്ച് ചായ എടുത്തു. എടുക്കാം. മധുരം കുറച്ച് മീഡിയം എടുത്താൽ മതി. ശരി, നിങ്ങൾ അങ്ങോട്ട് ഇരുന്നു. അങ്ങോട്ടിരിക്കാം. ഇനി രാത്രിയിൽ വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. രഘുവിന് ഇത്ര പേടിയാണോ? പറഞ്ഞ കേട്ട വെച്ച് നോക്കുമ്പോ അമ്പിളിച്ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ആരായാലും പേടിച്ചു പോകും. പിന്നെ എനിക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ ഇന്ദ്രേട്ടൻ പേടിക്കില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ലായിരുന്നു. ഡോക്ടർ എന്ത് പറയുന്നു നോക്കിയിട്ട് രഘു നമ്മളെ വിളിച്ചാൽ മതിയായിരുന്നു എന്നാ. ഹോസ്പിറ്റലിലായതുകൊണ്ട് വേറൊന്നും പേടിക്കാനില്ലല്ലോ. അത് ശരിയാ ഇന്ദ്രേട്ടൻ പറഞ്ഞത്. പക്ഷെ അച്ഛനും കൂടെ ICUയിൽ കിടക്കുന്നോണ്ട് രഘുവേട്ടൻ ടെൻഷനായി പോയതാവും. ചേച്ചിക്കാണെങ്കിൽ ആ സമയത്ത് ഒരു ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴും മയക്കം ശരിക്ക് തെളിഞ്ഞിട്ടില്ല. അച്ഛനെങ്ങനെ സംഭവിച്ചല്ലേ? അമ്പിളിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ കാരണമാണ് അച്ഛനെങ്ങനെ സംഭവിച്ചതെന്ന് അവള് പറയുകയും ചെയ്തല്ലോ. സത്യത്തില് അവിടെ എന്താണ് സംഭവിച്ചത്? അത് അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്താണെങ്കിൽ പറയണ്ട. അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല ഇന്ദ്രേട്ടാ. അമ്പിളി ചേച്ചി അച്ഛനോട് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല, അതുകൊണ്ടാ. കഴമ്പില്ലാത്ത കാര്യം പറഞ്ഞ അച്ഛന് നെഞ്ചുവേന വരുമോ? ഇന്ദ്രേട്ടാ,
എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. എത്ര മറച്ചു വെച്ചാലും അച്ഛൻ എന്നോടുള്ള അനിഷ്ടം എനിക്ക് മനസ്സിലാവും അച്ഛാ. അച്ഛൻ ഏറ്റവും ഇഷ്ടം അച്ഛനെ കണ്ണീര് കുടിപ്പിച്ച ആ ബാക്കി 3 മക്കളോടുവാ. നീ നിന്നെ സ്വയം ന്യായീകരിക്കുന്നതിനിടയില് എന്റെ ബാക്കിയുള്ള മക്കളെ കുറ്റപ്പെടുത്തരുത്. അവരെന്ത് പേര് ദോഷം എനിക്ക് ഉണ്ടാക്കിയത് അമ്പിളി. എന്നാലേ എന്റെ അച്ഛനൊരു കാര്യം കേട്ടോ. അച്ഛന്റെ ഇളയ മക്കളെ കുറിച്ച് അച്ഛൻ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. പല കാര്യങ്ങളും. ഫ്ലാസ്കിലെ ചായ നിങ്ങളിത് കുടിച്ചു കഴിയുമ്പോഴേക്ക് എടുത്തു വെക്കാം. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണോ? ഇന്ദ്രേട്ടന് വല്ലതും വേണോ? എനിക്ക് വേണ്ട. ഓക്കെ. ആ ചേച്ചി പാഴ്സൽ വേണം. ഞാൻ ഓ പറയാം. ശരി. ഓക്കെ. ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. പറഞ്ഞ് ജയിക്കാൻ വേണ്ടി എന്തു ചെയ്യും. എന്നാലും അനിയത്തിമാരെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ലായിരുന്നു. അമ്പിളി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും അച്ഛൻ ഷോക്ക്ഡായത്. അതുകൊണ്ടാണ് ചേച്ചിക്ക് അത്രയധികം കുറ്റബോധം. പിന്നെ ഇത് രഘുവേട്ടനറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടിയും ചേച്ചിക്കുണ്ടായിരുന്നു. ആ ഇനി എന്തായാലും ഇതേപ്പറ്റി അവൻ അറിയണ്ട. അല്ല, നമ്മുടെ അടുത്ത പരിപാടി എന്താ? നമ്മൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ വീട്ടിൽ പോയി മക്കളെ നഴ്സറി വിടാൻ നോക്ക്. ഞാനും രഘു കൂടെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദാസങ്ങളും വരും. അയ്യോ, ഞാൻ പോയാൽ ശരിയാവില്ല ഇന്ദ്രേട്ടാ. അമ്പിളി ചേച്ചിയുടെ അടുത്ത് ഞാൻ വേണം. അല്ല, ഇന്ദ്രേട്ടൻ പോയിക്കോ. ഭാനുമ്മ അവിടെ ഉണ്ടല്ലോ.